ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റിംഗ് പോയട്രി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സീമസ് ഹീനി എഴുതിയിട്ടുള്ള. അപ്പോൾ നമ്മൾ ആ ഒരു വർക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതായത് സീമസ് ഹീനിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. അവരാരാണ്, ഒരു പ്രധാനപ്പെട്ട വർക്കുകൾ എന്തൊക്കെയാണ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നീട് നമ്മൾ ടെക്സ്റ്റിലോട്ട് കടന്നു. ടെക്സ്റ്റിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടും നമ്മൾ കവർ ചെയ്തതാണ്. അതായത് അദ്ദേഹം ഒരു നോബൽ പ്രൈസ് ജേതാവാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു സ്പീച്ച് നടത്തുകയാണ്. അപ്പോൾ ഈ പോയട്രീനെ കുറിച്ചിട്ടാണ് അദ്ദേഹം സ്പീച്ച് നടത്തുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടില്ല. ആ ഒരു പോയട്രി എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് നമ്മൾ പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിനി അത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹത്തിൻ്റെ പഴയ ചൈൽഡ്ഹുഡും കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. ന്യൂസസിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ചിമ്നി കൂടെയും എയറിനെ കുറിച്ചിട്ടും വിൻഡിനെ കുറിച്ചിട്ടും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡിലുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ന്യൂസസിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ്. അദ്ദേഹം ഒരുപാട് BBC ന്യൂസുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ എന്താ പറയുക, ഈ ഒരുപാട് ഡിഫറെൻറ്റ് വേർഡ്സുകളാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അതായത് അദ്ദേഹം ഡേ ടു ഡേ ലൈഫിൽ കേട്ടിരുന്ന വേർഡ്സുകളല്ല, മറിച്ച് മറ്റേ എനിമി, അലീസ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി, അത് നമ്മളുടെ ന്യൂസസിൽ എപ്പോഴും അത്തരത്തിലുള്ള വേർഡ്സുകളാണല്ലോ കൊടുക്കാറുള്ളത്. പ്രിസൺ, അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള വേർഡ്സുകൾ അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലിസണിങ്, അതായത് ഈ ഒരു പുതിയ പുതിയ ലാംഗ്വേജ് അല്ലെങ്കിൽ പുതിയ പുതിയ വേർഡ്സിലോട്ടൊക്കെയുള്ള ലിസണിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ആ ഒരു ടൈമിലാണ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പേജ് 91 തൊട്ടിട്ടാണ് നമുക്കിനി കണ്ടിന്യൂ ചെയ്യാനുള്ളത്. അതായത് ദ വാർ ടൈം ഇൻ അതർ വേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം തൊട്ടിട്ട്. അപ്പോൾ അതിന് മുന്നേ വരെയുള്ളത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്, ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള സംഭവങ്ങൾ പറയാം, നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. ദ വാർ ടൈം ഇൻ അതർ വേർഡ്സ് വാസ് പ്രീ റിഫ്ലക്റ്റീവ് ടൈം ഫോർ മീ, പ്രീ ലിറ്ററേറ്റ് ടു, പ്രീ ഹിസ്റ്റോറിക് ഇൻ ഇറ്റ്സ് വേ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ വാർ ടൈം, അപ്പോൾ കഴിഞ്ഞ നമ്മൾ പറഞ്ഞ പാരഗ്രാഫിൽ ഉള്ളതിനെ സംബന്ധിച്ച് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. അതാണ് ഈ വാർ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ന്യൂസിനെ കുറിച്ചിട്ട് പറഞ്ഞു, ഒരുപാട് വാറും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ നടന്നിരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എന്താണ്, അത്തരത്തിലുള്ള വാറും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ഇഷ്യൂസുകൾ ആ സൊസൈറ്റിയിൽ നടക്കുകയാണ് അല്ലേ. അപ്പം അതിനെയാണ് ഇവിടെ വാർ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ള ഒരുപാട് യുദ്ധങ്ങളെയൊക്കെ കുറിച്ച്. അപ്പോൾ ആ ഒരു കാലഘട്ടം, ആ ഒരു വാർ ടൈം കാലഘട്ടം എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വിവരമില്ലാത്തൊരു കാലമായിരുന്നു. അതായത് ചരിത്രത്തിനെ കുറിച്ചിട്ടോ യാതൊരു വിധത്തിലുള്ള വിവേകമോ ഒന്നും തന്നെ എനിക്കില്ലാത്തൊരു ടൈമായിരുന്നു അതാണ് ഈ പ്രീ റിഫ്ലക്റ്റീവ്, പ്രീ ഹിസ്റ്റോറിക് അല്ലെങ്കിൽ പ്രീ ലിറ്ററേറ്റ് എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ളൊരു കാലഘട്ടമായിരുന്നു. പിന്നീട് ഇയേഴ്സ് പാസ് ചെയ്തപ്പോൾ, ആസ് ദ ഇയേഴ്സ് വെൻറ്റ് ഓൺ, മൈ ലിസണിങ് ബിക്കെയിം മോർ ഡെലിബ്രേറ്റ്. പക്ഷേ കാലങ്ങളിങ്ങനെ കടന്നപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്, ഹി ക്ലൈംബ് അപ്പോൺ ദ ആം ഓഫ് അവർ ബിഗ് സോഫ ടു ഗെറ്റ് മൈ ഇയർ ക്ലോസർ ടു ദ വയർലെസ് സ്പീക്കർ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ഓരോ സോഫയുടെ മേലെ, അതായത് കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ ശബ്ദങ്ങളൊക്കെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടായിരിക്കും. അദ്ദേഹം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജീവിച്ച് വളർന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ TV-യിലൂടെ കേൾക്കുന്ന, റേഡിയോയിലൂടെ കേൾക്കുന്നതിൻ്റെയൊക്കെ ശബ്ദം കുറവുള്ളത് തന്നെ സോഫയുടെ മേലേക്ക് കയറി നിന്നിട്ട് അത്രത്തോളം കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു, ഇദ്ദേഹത്തിൻ്റെ വീടുകളൊക്കെ വളരെ ഒരു പ്രൈവസി ഇല്ലാത്ത പോലെ എല്ലതും അടുപ്പിച്ചാണ്. അപ്പോൾ ഒരുപാട് ശബ്ദങ്ങൾ ചുറ്റും നിന്നും കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും അദ്ദേഹം കൂടുതൽ വർഷങ്ങൾ കഴിയുന്തോറും അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ എഫേർട്ട് എടുത്തു. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് എങ്ങനെയാണെന്നാണ് പറയുന്നത്, ഒരു ഡിറ്റക്റ്റീവ് സീരിയലിലൊക്കെ കാണുന്നത് പോലെ, വല്ല ബ്രിട്ടീഷ് സ്പെഷ്യൽ ഏജൻസ്, അതായത് എന്നിട്ട് ഒരുപാട് ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഡിക് ബാർട്ടനെ പോലെയും അല്ലെങ്കിൽ ക്യാപ്റ്റൻ WB ജോൺസിൻ്റെ അഡ്വഞ്ചർ ടെയിൽസ് ഒക്കെ പോലെ ആയിരുന്നു അദ്ദേഹത്തിന് ഓരോ ന്യൂസസ് കേൾക്കുന്നത് എന്നാണ് ആ ഒരു ലൈൻസുകളിൽ പറയുന്നത്. അപ്പം അതുപോലെ അദ്ദേഹത്തിന് അത്രത്തോളം എഫേർട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ അറിയാനുള്ള നമ്മളെന്താ പറയുക, ഒരു ഭയങ്കര അതിയായൊരു ആഗ്രഹം എന്നൊക്കെ പറയില്ലേ, അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഒരു ലൈനിൽ ഇതാകുന്നത്. നൗ ദാറ്റ് ദ അതർ ചിൽഡ്രൻ വെർ ഓൾ റാൻ, ദർ വാസ് സോ മച്ച് ഗോയിങ് ഓൺ ഇൻ ദ കിച്ചൺ. അപ്പോൾ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇദ്ദേഹത്തിൻ്റെ കൂടെ വേറെയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അവരൊക്കെ ഒത്തിരി വലുതായി. പിന്നെ നമ്മൾ പറഞ്ഞു അപ്പുറത്ത് കിച്ചണും ഇപ്പുറത്ത് ഹോസിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്, അതായത് കുതിരനെ ഇതാക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഒരുപാട് ശബ്ദം വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുകയാണ്, അവിടെ കിച്ചണിൽ നിന്നൊക്കെ ഒരുപാട് ശബ്ദങ്ങൾ കൂടിക്കൂടി വന്നു. അതായത് ആളുകളൊക്കെ വളർന്നു, അവരും കൂടിയും ഈ കിച്ചണിലുള്ള എന്താ പറയുക മറ്റുള്ള മെമ്പേഴ്സിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും അവിടെ നിന്നൊക്കെ വരുന്ന ശബ്ദം എന്ത് ചെയ്യാണ്, കൂടിക്കൂടി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ ന്യൂസസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്താണോ റേഡിയോ കൂടിയും ടി വി കൂടെ ഒക്കെ വരുന്നത് കേൾക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു ഗെറ്റ് ക്ലോസ് ടു ദ ആക്ച്വൽ റേഡിയോ ഇൻ ഓർഡർ ടു കോൺസെൻട്രേറ്റ് മൈ ഹിയറിങ്. അതായത് ശരിക്കും ഞാനിപ്പോൾ ആ റേഡിയോയുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കണം, കാരണം എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ ഭയങ്കര നോയ്സസ് ആണ്. And in that Indian proximity to dial, I grew familiar with the names of foreign stations, with Leipzig and Oslo, Stuttgart, Warsaw, of course with Stockholm. അതായത് ഇങ്ങനെ കേട്ടത് കൊണ്ട് തന്നെ, ഇങ്ങനെ ഓരോന്ന് കേൾക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ഭയങ്കര ആത്മാർത്ഥതയോട് കൂടെ ഇങ്ങനെ സോഫയുടെ മേലേക്ക് ഇരുന്ന് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ഫോറിൻ സ്റ്റേഷൻസുകളായിട്ടൊക്കെ ഭയങ്കര പരിചയം ഫീൽ ചെയ്യുകയാണ്. കാരണം എപ്പോഴും ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക്ഹോമിനെ കുറിച്ചിട്ടും ലെയ്പ്സിഗിനെ പറ്റിയിട്ടും ഓസ്ലോ ഇങ്ങനെയുള്ള ഓരോരോ ഫോറിൻ ആയിട്ടുള്ള പല പല കാര്യങ്ങളെ കുറിച്ചിട്ടും അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, കൂടുതൽ അറിവ് കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. I also got used to hearing short bursts of foreign languages as the dial hand swept around from BBC to Radio Iran, from the intonation of London to those of Dublin. Even I did not understand what was being said in those first encounters. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇങ്ങനെ ചാനലിങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോൾ ടി വിയിലൊക്കെ ചാനൽ മാറ്റുമല്ലോ, അതേപോലെ എന്താ പറയുക, ഓരോ ഡയൽ ഇങ്ങനെ റേഡിയോയിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ ചിലപ്പോൾ ഓരോ ഫോറിൻ ലാംഗ്വേജസും അദ്ദേഹം കേൾക്കാൻ ഇടവരികയാണ്. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം ബി ബി സിന്ന് ചിലപ്പോൾ റേഡിയോ ഇറാനിലോട്ട്, അല്ലാന്ന് അതായത് ഓരോ ലണ്ടനിലുള്ളൊരു ഭാഷ, പിന്നീട് ചിലപ്പോൾ ഡബ്ലിനിലുള്ള മറ്റേതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് ആയിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് ഓരോന്നിനോടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, പരിചയം കയറി വരികയാണ്. അദ്ദേഹത്തിന് ഒന്നും തന്നെ മനസ്സിലാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇത് ഇന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്, ഇത് ഇന്ന ആക്സെൻ്റ് ആണ് എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ മാത്രം ഉള്ളൊരു സംഭവം, ആ ഒരു അദ്ദേഹത്തിൻ്റെ ഹിയറിംഗ് കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു കപ്പാസിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. പിന്നെ I had already begun a journey into wideness of the world beyond. അപ്പോൾ അദ്ദേഹം പറയാണ്, അന്ന് മുതലേ, അപ്പോൾ ആ ഒരു ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ ഈ ഒരു പുറമേയുള്ള ലോകത്തിനായിട്ട് അദ്ദേഹത്തിനൊരു കണക്ഷൻ വന്നു അല്ലേ, ആ ഒരു റേഡിയോയിലൂടെയും ന്യൂസസ് കേൾക്കുന്നതിലൂടെയൊക്കെ. അപ്പോൾ അദ്ദേഹം പറയാം, അന്ന് മുതലേ എൻ്റെ ലോകത്തിലോട്ടുള്ള എൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുന്നത്, ദിസ് ഇൻ ടേൺ ബിക്കം എ ജേർണി ടു വൈഡ്നസ്, എ ജേർണി വെർ ഈച്ച് പോയിന്റ് ഓഫ് അറൈവൽ വെദർ ഇൻ വൺസ് പോയട്രി ഓർ വൺസ് ലൈഫ് ടേൺഡ് ഔട്ട് ടു ബി സ്റ്റെപ്പിംഗ് സ്റ്റോൺ റാദർ ദാൻ എ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അദ്ദേഹം അതൊരു പോയട്രി പോലെയാണ് പറയുന്നത്. എല്ലാവരുടെ ലൈഫ് ഒരു പോയട്രി പോലെ എന്താണ്, അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്ത്. അത് ഒരിക്കലും ഒരു എൻഡിങ് ആയിരുന്നില്ല, അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ അല്ല, മറിച്ച് എന്താണ്, അത് എന്തിലൊക്കെയോ ഉള്ളൊരു തുടക്കം മാത്രമായിട്ടായിരുന്നു അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ദ ജേർണി വിച്ച് ഹാസ് ബ്രോട്ട് മീ നൗ ടു ദിസ് ഹോണേഡ് സ്പോട്ട്. അപ്പോൾ അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ജേർണി ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ഹിയർ ചെയ്തതും ഇത്തരത്തിലുള്ള ന്യൂസസ് മനസ്സിലാക്കിയതും അത്തരത്തിലുള്ള ഓരോ ഫോറിൻ ലാംഗ്വേജസ് മനസ്സിലാക്കി, ഇങ്ങനെ ഞാൻ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളുമാണ് എന്നെ ഇന്ന് ഈ നിലയിൽ ഇപ്പോൾ ഒരു നോബൽ പ്രൈസ് ജേതാവായിട്ട് ഈ സ്റ്റോക്ക്ഹോമിൽ നിങ്ങളുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്, എന്നെ ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത് ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് എന്ന് പറയണം. എന്നിട്ട് ആൻഡ് യെറ്റ് ദ പ്ലാറ്റ്ഫോം ഹിയർ ഫീൽസ് മോർ ലൈക്ക് എ സ്പേസ് സ്റ്റേഷൻ ദാൻ എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ ഒരു സ്ഥലം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞു ഇതെനിക്കൊരു തുടക്കം ആണ്, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതുമല്ല, ഇതൊരു സ്പേസ് സ്റ്റേഷനാണ്. അതായത് നമ്മൾ ആകാശത്തൊരു സ്പേസ് സ്റ്റേഷൻ എന്നൊക്കെ പറയില്ലേ, അത്രത്തോളം അദ്ദേഹം പറന്ന് നടക്കുകയാണ് എന്നൊക്കെയുള്ളൊരു ഫീലിൽ പറയാണ്, ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ പറയാം, ഒരു സ്പേസ് സ്റ്റേഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് പറയാം, സോ ദാറ്റ് ഈസ് വൈ ഫോർ വൺസ് ഇൻ മൈ ലൈഫ് ഐ എം പെർമിറ്റിംഗ് മൈസെൽഫ് ദ ലക്ഷറി ഓഫ് വാക്കിംഗ് ഓൺ എയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും കൂടി നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. എന്താണ്, എന്നെ ഇതുപോലെ ഈ ഒരു വാക്കിംഗ് ഇൻ എയർ, അതായത് സ്പേസ് സ്റ്റേഷനിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ഉപമിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം തന്നെ പറയാണ്, ഇതുപോലെ ഒരു വാക്കിംഗ് ഇൻ എയർ, ഇത്തരത്തിലൊരു ലക്ഷറി ജീവിതത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയതിൽ, ഒരു വാക്കിംഗ് ഇൻ എയർ അതിനൊക്കെ സാധിച്ചതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ ഇദ്ദേഹം ക്രെഡിറ്റ് ചെയ്യുന്നത് ഒരു കാര്യത്തിനെയാണ്, എന്തിനാണ്, പോയട്രി. അതാണ് ലാസ്റ്റത്തെ ആ ഒറ്റ ലൈനിൽ പറയുന്നത്. ഐ ക്രെഡിറ്റ്, അതായത് നന്ദി പറയണം, ഐ ക്രെഡിറ്റ് പോയട്രി
ഫോർ മേക്കിംഗ് ദിസ് സ്പേസ് വാക്ക് പോസിബിൾ. അപ്പോൾ പോയട്രി എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമാണ് എന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ളൊരു നിലയിലെത്താൻ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയേ, അദ്ദേഹം ആ ഒരു പോയട്രീൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലൂടെയാണ് ഇപ്പോൾ അതിനെ പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ ആ പഴയ കാലഘട്ടത്തിനെ കുറിച്ചിട്ടും ന്യൂസസിനെ കുറിച്ചിട്ടും വാർ ടൈമിനെ കുറിച്ചിട്ടും പിന്നെ റേഡിയോ ചാനൽ ചേഞ്ച് ചെയ്യുമ്പം ഇപ്പം ഓരോ ലാംഗ്വേജസിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടാണ് അതുവരെ അങ്ങനെയാണ് ആ ഒരു പോയട്രീനെ ക്രെഡിറ്റ് ചെയ്യുന്നതിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ആ ഒരു പേജ് 91 എൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ പേജ് 92 ഇനി പറയുന്നത്, അദ്ദേഹം ഇനി പറയുന്നത് പോയട്രീസ്, ആ ഒരു പോയട്രി എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലോട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സീമസ് ഹീനി ക്രെഡിറ്റിംഗ് പോയട്രി, ഇത്രത്തോളം പോയട്രിക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നത് എന്നുള്ള രീതി ചോദിച്ചാൽ നിങ്ങൾ ഇത് തൊട്ടിട്ടാണ് എഴുതേണ്ടത്. നിങ്ങൾ ഇത് തൊട്ടിട്ടാണ് എഴുതേണ്ടത് എന്നല്ല, നമ്മൾ മുന്നത്തെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യണം. പക്ഷേ ഇതിലാണ് ആ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു രീതിയിലാണ് അദ്ദേഹം അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ മാത്രം നോക്കുക. അപ്പോൾ അദ്ദേഹം ആ ഒരു പേജ് 92 വരുന്ന ആ ഒരു പാരഗ്രാഫിൽ, അതായത് ടു ബിഗിൻ വിത്ത് ഐ വാണ്ടഡ് ദാറ്റ് ട്രൂത്ത് ടു ലൈഫ് എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫിൽ അദ്ദേഹം മെയിനായിട്ടും ഒരുപാട് പോയറ്റ്സിനെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ചെറുപ്പത്തിലൊക്കെ അദ്ദേഹം വായിച്ചിരുന്ന പോയറ്റ്സുകൾ അല്ലെങ്കിൽ അവരുടെ പോയട്രീസൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ പോയറ്റുകളും ഇന്ന രീതിയിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകളാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒരുപാട് പോയിംസുകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഹി വാസ് സോ റീജോയ്സ്ഡ്. അതേപോലെ തന്നെ വളരെ മോസ്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള പോയിംസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് എങ്ങനെയായിരുന്നോ ലോകം, ആ ഒരു ലോകത്തിനെ വളരെ അപ്പ് ഫ്രണ്ട് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇവൻ ആസ് എ സ്കൂൾ ബോയ്, ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അദ്ദേഹം ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ടു ഓട്ടം പോലെയുള്ള പോമൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയാണ് ആ ഒരു പോയത്തിനൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സെൻസേഷൻ, ഒരു ടൈപ്പ് ഓഫ് എക്സൈറ്റ്മെൻറ്റ്, ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒരു അഡോളസൻ ആയിരുന്നപ്പം, ആദ്യത്തെ ആളെ ജോൺ കീറ്റ്സിനെയാണ് പറയുന്നത്, നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ കുറച്ചും കൂടി ഒരു അഡോളസൻ ആയിരുന്ന സമയത്ത് അദ്ദേഹം ജെറാൾഡ് മാൻലി ഹോപ്കിൻസിനെ പോലെയുള്ള ആളുകളുടെ റൈറ്റിങ്സ് നോക്കി, ആളുകളുടെ പോയിംസുകൾ നോക്കി. അപ്പോൾ അതിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ദ ഇൻറ്റൻസിറ്റി ഓഫ് ഹിസ് എക്സ്ക്ലമേഷൻ വിച്ച് വെർ ഓൾസോ ഇക്വേഷൻസ് ഫോർ എ റാപ്ചർ ആൻഡ് ആൻ ഏക്ക് ഐ ഡിഡൻറ്റ് ഫുള്ളി നോ ഐ ന്യൂ അണ്ടിൽ ഐ റീഡ് ഹിം. അപ്പോൾ എന്താ പറയുന്നത്, കുറച്ചും കൂടി അഡോൾസൻ ആയിരുന്ന സമയത്ത് അദ്ദേഹം വായിച്ചിരുന്നത് ജെറാൾഡ് മാൻലി ഹോപ്കിൻസിൻ്റെ ഒക്കെ പോലത്തെ വർക്കുകളായിരുന്നു. അപ്പോൾ അതിലൊരു എപ്പോഴും ഒരു ആശ്ചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പോയിംസൊക്കെ വായിച്ചത്, ഒരു എക്സ്ക്ലമേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പോയിംസൊക്കെ വായിക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് വായിക്കുന്ന സമയത്ത് വളരെയധികം ഒരു റാപ്ചർ, ഒരു അതിയായ സന്തോഷം ഫീൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഒരു എയ്ക്കും കൂടി, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പെയിൻ, ഒരു വേദനയുള്ള പോലെയും കൂടി നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം അത് അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പോയിംസ് എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ പോയിംസ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് കഴിയുന്നത് വരെ നമ്മളുടെ സീമസ് ഹീനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഹി ഡിഡൻറ്റ് ഫുള്ളി നോ ദാറ്റ് അണ്ടിൽ ഹി റീഡ് ഹിം. അതായത് മൊത്തത്തിൽ അദ്ദേഹം വായിക്കുന്നത് വരെ ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഒരു ഒരു പോയറ്റിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത്. ഫസ്റ്റ് ജോൺ കീറ്റ്സിനെ പറ്റി പറഞ്ഞു, പിന്നെ ജെറാൾഡ് മാൻലിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് റോബർട്ട് ഫ്രോസ്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അക്യുറസീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹം എല്ലാ വർക്കുകളും എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ചോസർ എന്ന് പറയുന്ന മറ്റൊരു പോയിറ്റിനെ കുറിച്ചിട്ടും കൂടി പറയുന്നുണ്ട്, റോബർട്ട് ഫ്രോസ്റ്റും ചോസറും. സെയിം രണ്ടുപേരെയും കുറിച്ച് പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അക്യുറസി, അതായത് നമ്മളുടെ റോബർട്ട് ഫ്രോസ്റ്റിനും ചോസറിനെയൊക്കെ പോലെ ഉള്ളൊരു അക്യുറസി അല്ല, മറ്റൊരു തരത്തിലുള്ളൊരു അക്യുറസി അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വിൽഫ്രഡ് ഓവനെ പോലെയുള്ള റൈറ്റേഴ്സിൽ. വിൽഫ്രഡ് ഓവൻ്റെ പോയിംസുകളിലൊക്കെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിൽഫ്രഡ് ഓവനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു മോറൽ ഡൗൺ ടു എർത്ത്നെസ്സും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കിൽ അദ്ദേഹത്തിന് കൂടുതലായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്.
അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ തരത്തിലുള്ള ഒരു ന്യൂ ടെസ്റ്റാമെൻറ്റ് പോലെയാണ്. അതൊരു പുതിയ തരത്തിലുള്ള ഒരു നിയമം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെന്താണ്, അബ്സോർബ്സ് ദ ഷോക്ക് ഓഫ് ദ ന്യൂ സെഞ്ച്വറീസ് ബാർബാറിസം. അതായത് ഒരു കാട്ടാളന്മാരുടെ ഒരു കാലഘട്ടം ആയിരുന്നു. ഓരോ കാലങ്ങൾ, ഓരോ വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതും സൊസൈറ്റി ഇങ്ങനെ ഒരു കാട്ടാളന്മാർ, ഒരു ബാർബറിസം ആയിരുന്നു നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഇറക്കുന്ന രീതിയിലുള്ള ഒരു പോയിംസ് ആയിരുന്നു നമ്മുടെ വിൽഫ്രഡ് ഓവൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിൽഫ്രഡ് ഓവനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത് എലിസബത്ത് ബിഷോപ്പ് സ്റ്റൈലിനെ കുറിച്ചിട്ട് പറയുന്നു. പിന്നീട് റോബർട്ട് ലോവലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പാട്രിക് ഹെവനാനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് ഇവരുടെയൊക്കെ റൈറ്റിങ്ങുകൾ ഉള്ള അവരുടെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ഇപ്പം അതായത് എലിസബത്ത് ബിഷോപ്പ് സ്റ്റൈലിലാണെന്നുണ്ടെങ്കിലും ഒരു എന്താ പറയുക, അദ്ദേഹത്തിനൊരു ഒബ്ഡ്യൂറസി ഉണ്ട്. അതായത് ഒരു സംഭവം ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പിക്കൽ സ്റ്റൈലുണ്ട്. ആ ടിപ്പിക്കൽ സ്റ്റൈൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നൊരു സംഭവം. പിന്നെ എന്താ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് പോയട്രീസ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടൊരു കാലത്തും കൺസേൺ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എല്ലാ കാലത്തും വളരെ നല്ല രീതിയിലുള്ള പോയട്രീസുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് കടന്നു വരുന്തോറും അപ്പോൾ അതിൽ വളരെ കോംപ്ലക്സ് ആയിട്ടാണ് ആ ഒരു ലാംഗ്വേജ് കൊടുത്തിട്ടുള്ളത്. അതിൽ കൊടുത്തിട്ടുള്ള ലൈൻസുകൾ എന്ന് പറയുന്നത് സംഭവം അതിൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് അദ്ദേഹം ജനിച്ച ആ ഒരു സ്ഥലത്ത് നോർത്തേൺ അയർലൻഡിലാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഒരുപാട് വല്ലാത്തൊരു പ്രൈഡ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു പ്ലേസിൽ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പോയട്രീസുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പോയിംസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ആസ്പിറേഷൻ ആയിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് ആ ഒരു പാരഗ്രാഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് അദ്ദേഹം ചെറുപ്പം മുതലേ പോയട്രീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പോയിംസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് റൈറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഇമ്പോർട്ടൻസ് അദ്ദേഹം പോയട്രീസിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ചിലതൊക്കെ അദ്ദേഹം റെസിസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചിലതൊക്കെ ഹാഫ് അവോയ്ഡ് അല്ലെങ്കിൽ ഹാഫ് റെസിസ്റ്റിംഗ് ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊടുത്തിരുന്നതായിരുന്നു വാലസ് സ്റ്റീവൻസ്, റെയ്നർ മാരിയ റിൽക്ക് പോലെയുള്ള, അല്ലെങ്കിൽ എമിലി ഡിക്കിൻസിനെ പോലെയുള്ള റൈറ്റേഴ്സിൻ്റെയൊക്കെ. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇവരുടെയൊക്കെ റൈറ്റിങ്സ് ശരിക്കും കറക്റ്റായിട്ടുള്ള രീതിയിൽ ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റി തന്നെ ക്രെഡിറ്റ് ചെയ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇവരുടെയൊക്കെ റൈറ്റിങ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റൈറ്റിങ്സ് ആണ്. അതായത് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് വേണ്ട, അല്ലെങ്കിൽ അത്രത്തോളം പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള റൈറ്റിങ്സ് ആണ്, ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ കൊടുക്കേണ്ട തരത്തിലുള്ള റൈറ്റിങ്സ് ആണ് അവരുടേത് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ അത്രത്തോളം ആ ഒരു മാറ്റർ, അതാണ് അതിലത്തെ ഒരു കണ്ടൻറ്റ് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ അദ്ദേഹം വളരെ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ ലൈൻസിനെ ഇങ്ങനെ കലർത്തി പറഞ്ഞിരിക്കുകയാണ്, ലിങ്ക് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വായിച്ച് നോക്കുക ആ ഒരു ഭാഗം, എന്നിട്ട് കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുക. പക്ഷെ അതിൽ വരുന്ന കണ്ടൻറ്റ് ഇത്രേ വരുന്നുള്ളൂ. അതായത് അദ്ദേഹം ജനിച്ചിരുന്ന ഒരു അയർലൻഡ് പാർട്ടിൽ ഒരുപാട് പോയട്രീസിന് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ജനിച്ചു വളർന്നതിൽ ഒരു പ്രൈഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെ ഒരുപാട് ഒരുപാട് നമ്മുടെ പോയറ്റ്സുകൾ, അതായത് വാലസ് സ്റ്റീവൻസും റെയ്നർ മാരിയയും എമിലി ഡിക്കിൻസിനെയൊക്കെ പോലെയുള്ള ടി.എസ്. എലിയറ്റ്, അപ്പോൾ ഇവരൊക്കെ ഭയങ്കര വിഷണറി അല്ലെങ്കിൽ വളരെ പൊളിറ്റിക്കലി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് റൈറ്റേഴ്സാണ്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായത് അവർക്ക് അത്രത്തോളം അവരെ ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു, അത് അത്രത്തോളം ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവരെന്ന് പറയുന്നത് വളരെ നല്ല റൈറ്റേഴ്സാണ് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. പിന്നീട് 93-ൽ നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നത് ആ ഒരു നോർത്തേൺ അയർലൻഡിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹിസ്റ്ററീനെ അദ്ദേഹം ഇവിടേക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് 1976-ൽ നടന്നിട്ടുള്ളൊരു ഇവൻ്റാണ്, ഒരു ഇവൻ്റല്ല, ഒരു ഹിസ്റ്റോറിക്കൽ ഒരു മൊമെൻ്റാണ്. അപ്പോൾ ഒരു 1976 ജനുവരിയിലാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത്, ഒരു ഈവനിങ്ങിൽ. അപ്പോൾ ഒരു മിനി ബസ്സിൽ ഫുൾ ഓഫ് വർക്കേഴ്സ് ആ ഒരു ഏരിയയിലോട്ട് വരികയാണ്. ആൻഡ് വാസ് ഹെൽഡ് അപ്പ് ബൈ ആംഡ് ആൻഡ് മാസ്ക്ഡ് മെൻ ആൻഡ് വാസ് ഓക്യുപ്പൻ്റ് ഓഫ് ദ വാൻ ഓർഡേർഡ് അറ്റ് ഗൺ പോയിൻറ്റ് ടു ലൈൻ അപ്പ് അറ്റ് ദ സൈഡ് ഓഫ് ദ റോഡ്. അപ്പോൾ ആ കുറച്ച് ആളുകളുണ്ടായിരുന്നു, കുറച്ച് വർക്കേഴ്സ്. അപ്പോൾ അവർ വേറൊരു ഒരു വാനിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, ആംഡ് ആയിട്ടുള്ള
അതായത് മിലിറ്ററി ഒപ്പോണൻസ് പോലെയുള്ള ആളുകൾ വന്നു. അവർ ഗണ്ണൊക്കെ ആയിട്ട് വന്നിട്ട് ഇവരോട് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കാൻ പറയുകയാണ്. അങ്ങനെ കത്തോലിക് ആയിട്ടുള്ള ആളുകളും പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഒരു മാസ്ക് ഇട്ടിട്ടുള്ള ഒരാൾ അതിലൊരാളോട് ചോദിക്കുകയാണ്. ഞാനത് ലൈൻ ബൈ ലൈൻ പറയുന്നില്ല, എന്താണ് ആ പാരഗ്രാഫിലുള്ളത്, ആ ഒരു ഹിസ്റ്ററി എന്താണെന്നുള്ളത് മാത്രം പറയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കത്തോലിക് ആയിട്ടുള്ള അതിലത്തെ ഒരു മാസ്ക്ഡ് ആയിട്ടുള്ള ഒരാൾ ചോദിക്കുകയാണ്, ഇതിൽ കത്തോലിക് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈനായിട്ട് നിന്നതിൽ എല്ലാവരും എന്താണ് പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അതിലൊരാൾ മാത്രമായിരുന്നു കത്തോലിക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കൂടെ നിന്നിരുന്ന ഈ പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ട് കൂടെ നിന്നിരുന്ന ആളുകളൊക്കെ പറയാണ് ഒരൊറ്റ ആൾ മാത്രമേ കത്തോലിക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കത്തോലിക് ആളുണ്ടെങ്കിൽ അയാളെ എന്തായാലും വെടിവെച്ച് അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ പറയുകയാണ് ഞങ്ങളാരും നിന്നെ ചതിക്കില്ല, നീ എന്ത് ചെയ്താൽ മതി, ഇവിടെ കത്തോലിക്കാണ്, നീ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിൽ ഇവിടെ നിന്നാൽ മതി എന്ന് പറയും. പക്ഷേ സമയം ഇതായപ്പം ഇയാൾ കൂടെ ഉള്ളവരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇയാൾ എന്ത് ചെയ്യാണ്, മുന്നോട്ട് വരികയാണ്, ഞാനൊരു കത്തോലിക്കാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരികയാണ്. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായിരുന്ന ആ ആംഡ് ഫോഴ്സിലുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, ഇയാളെ അങ്ങോട്ടേക്ക് തട്ടിയിടുകയും ബാക്കിയുള്ള എല്ലാ ആളുകളെയും വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നിന്ന ആളെന്താണ്, അതായത് ഈ വന്നിരുന്ന എല്ലാ ആളുകളും പ്രൊട്ടസ്റ്റൻ്റ് ഭാഗത്തുണ്ടായിരുന്നല്ല, കത്തോലിക് ഭാഗത്തുണ്ടായിരുന്ന ആളുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി, നിങ്ങളതൊരു പാരഗ്രാഫ് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് അത് എഴുതിയിട്ടുള്ളത്, ഒട്ടും കോംപ്ലക്സ് അല്ല. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിനെ കുറിച്ചും കൂടിയും അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, പിന്നീട് അദ്ദേഹം നെക്സ്റ്റ് സെക്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, അതായത് 94 പേജിലുള്ള സെക്ഷൻ കണ്ടിന്യൂ ചെയ്യുമ്പം അദ്ദേഹം ഒരു ബാഡ് എന്ന് വെച്ചാൽ പോയറ്റ് എന്നാട്ടോ. അപ്പോൾ അദ്ദേഹം ഒരു പോയറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള, അതായത് നമ്മളുടെ ഹോമർ, ഒഡീസി എന്ന് പറയുന്ന ആ ഒരു പോയത്തിനെ കുറിച്ച്, ഹോമറിനെ കുറിച്ചും ഒഡീസിനെ കുറിച്ചിട്ടുമാണ് ഇനി പറയുന്നത്. അപ്പോൾ അതായത് ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള പോയമാണത് എന്നുള്ളൊരു രീതിയിൽ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് ഡെമോഡോക്കസ്, അതായത് അവരെന്ത് ചെയ്യാണ്, ട്രോയ് രാജ്യം തകർന്നു വീണപ്പം ഹോമർ ഭയങ്കരമായിട്ടിരുന്ന് കരയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടിയേഴ്സ് ഒഡീസസ് ഭയങ്കരമായിട്ടിരുന്ന് കരയാണ്. അപ്പോൾ ഹോമർ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ടിയേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു ഹസ്ബൻഡ് മരിച്ചു കിടക്കുന്ന, ബാറ്റിൽ ഫീൽഡിൽ മരിച്ചു കിടക്കുമ്പോൾ ഒരു ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു സങ്കടത്തിനോടൊക്കെ ഉപമിച്ചിട്ടുള്ള രീതിയിലാണ് ആ ഒരു പോയം വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെക്ഷനാണ്, ആ ഒരു പോയം ആണ് ആ താഴത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ അതായത് ആ ഒരു എപ്പിക് സിമിലീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എത്രത്തോളം നല്ല രീതിയിലാണ് ആ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ അതുപോലെയാണ്, അതായത് സിമിലി, ആ ഒരു കമ്പാരിസൺ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് അത് എന്നുള്ള രീതിയിൽ അതിനെ എടുത്ത് പറയുകയാണ്. ഈവൻ ടുഡേ, അതായത് 3000 years ലേറ്റർ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ട് ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, അതായത് ഇന്നത്തെ കാലത്ത്, അതായത് ഒരു വളരെ കണ്ടംപററി സാവേജറി ആയിട്ടുള്ള, ഹൈലി ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു പോയാണത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരിക്കുന്ന ഒരു ഗുലാഗ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈ പ്രിസണേഴ്സിനൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു എക്സ്ട്രീം ബാഡ് കണ്ടീഷനെയൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയം വായിക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആ ഒരു സംഭവത്തിന് നമുക്ക് ക്ലിയർ കട്ടായിട്ടുള്ളൊരു ഇമേജിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഹോമേഴ്സിൻ്റെ ഇമേജ്, അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഓരോ ഇമേജും സ്റ്റിൽ നമുക്ക് അതിനോരോ സെൻസ് നമുക്ക് ബ്രിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സെൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു രീതിയിലൂടെ, അതായത് അതിനെയും വളരെ the closeness of those pure shafts on the women's back and shoulders survive time and translation. The image has a documentary adequacy which answers all that we know about the intolerable. അതായത് ആ ഒരു പോയം എന്ന് പറയുന്നത് അത്രത്തോളം വളരെ സെൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഒരു ഡോക്യുമെൻ്ററി അഡീക്വസിയിലൂടെ കൂടെ, അതായത് ഒരു ഡോക്യുമെൻ്ററിക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ക്ലാരിറ്റിയോട് കൂടെയാണ് അതിൽ കൊടുത്തിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓരോ കണ്ടൻറ്റിനെയും അദ്ദേഹം അവതരിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്.
പിന്നീട് നെക്സ്റ്റ് സെക്ഷനിലോട്ട് വരുമ്പോൾ ലിറിക് പോയട്രീനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു ടൈപ്പ് ഓഫ് പോയട്രി ഉണ്ട്. ആ ഒരു പോയട്രീൻ്റെ പേരാണ് ലിറിക് പോയട്രി. അത് പിന്നീട് അദ്ദേഹം ലിറിക് പോയട്രീൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് നമുക്ക് അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, അതായത് ഒരു ലിംഗ്വിസ്റ്റിക് ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, അതായത് വാക്കുകൾ കൊണ്ടാണ് ലിറിക് പോയട്രിയിലുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ചെവി ഓർത്ത് നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമല്ലോ, ചില പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, നമ്മളിങ്ങനെ ചെവി ഓർത്ത് കേൾക്കുമ്പോൾ അത് വളരെ എന്താ പറയുക ആഴത്തിൽ നമ്മൾക്കിങ്ങനെ അതിനെങ്ങനെ ആസ്വദിക്കാൻ സാധിക്കാറില്ലേ. അതുപോലെയാണ് ലിറിക് പോയട്രി. അതായത് അതിൻ്റെ ആ ഒരു ലിംഗ്വിസ്റ്റിക്കിൽ വരുന്ന, അതായത് ആ ഒരു ലാംഗ്വേജിൽ വരുന്ന ഇമ്പോർട്ടൻസ്, വേർഡ്സിൽ വരുന്ന ഇമ്പോർട്ടൻസ്, അതിൻ്റെ ആ ഒരു ഫിഷനും അതിൻ്റെ ആ ഒരു ഫ്യൂഷനും ആ ഒരു കൂടിച്ചേരലും ഇണങ്ങലും ഒക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ലിറിക് പോയട്രീനെ കുറിച്ച് വർണ്ണിച്ച് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ആ ഒരു പാരഗ്രാഫിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ടോൺ ആണെങ്കിലും ഋതമാണെന്നുണ്ടെങ്കിലും സ്റ്റാൻസയിൽ കൊടുക്കുന്ന ടോണിനും ഋതത്തിനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതികളിലാണ് അതിനെ കാണിക്കുന്നത് എന്ന് പറയുന്നു. അതായത് ആ ഒരു പോയറ്റ് എന്താണോ ട്രൂത്തായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മൊത്തം ആ ഒരു പോയറ്റിൻ്റെ ട്രൂത്ത്ഫുൾനെസ് കംപ്ലീറ്റ് കൺസേൺ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു പോയട്രീൻ്റെ ഉള്ളിലോട്ട് ആ ഒരു ലിറിക് പോയട്രീസ് കാണിച്ചു തരാറുള്ളത് നമുക്ക് എന്ന് പറയുന്നു. അതിൻ്റെ ട്രൂത്ത്ഫുൾനെസ് ആണ് ലിറിക് പോയട്രിയിൽ, വളരെ സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. ഇൻഫാക്ട് ഇൻ ലിറിക് പോയട്രി ട്രൂത്ത്ഫുൾനെസ് ബിക്കം റെക്കഗ്നൈസബിൾ. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ ഒരു ട്രൂത്ത്ഫുൾനെസ്സിനെയാണ്. പിന്നീട് പറയുന്നത് എന്താണ്, അതിന് നമ്മളെ എമിലി ഡിക്കിൻസനെയും പോൾ സെലനെയൊക്കെ പോലെയുള്ള ആളുകൾ അവരുടെയൊക്കെ എക്സ്ട്രീമായിട്ടുള്ള രീതിയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലിറിക് പോയട്രീനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ഇൻഫോമിങ് വോയിസ് ആയിട്ട് നമ്മളുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ടെക്സ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു അല്ലേ, അദ്ദേഹം ചില ന്യൂസ് കേൾക്കാനും അല്ലെങ്കിൽ വാർ ടൈമിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സോഫയുടെ മേലെ കയറി നിന്നിട്ട് ഓരോന്ന് കേൾക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം എത്ര വലുതായാലും അങ്ങനെ ആ സോഫയുടെ മേലെ കയറി നിന്നത് ക്വിറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹം ഒഴിവാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അദ്ദേഹം കൂടുതൽ വലുതാവും തോറും ഇത്തരത്തിലുള്ള ന്യൂസ് കേൾക്കാനും അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ വേൾഡിലുള്ള നടക്കുന്ന ഒരുപാട് സങ്കടങ്ങൾ, വേൾഡ് സോറയൊക്കെ കേൾക്കാനൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്ത് കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം അതിൻ്റെ ഒന്നും സ്റ്റോറീസ് ആയിരുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അവരതിലൂടെ പറഞ്ഞു വരുന്ന സ്റ്റോറീസിനേക്കാളും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് എന്തായിരുന്നു, അതിൽ പറയുന്ന ഓരോ വാക്കുകളെയായിരുന്നു അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. സ്പീക്കർ അട്ടർ ചെയ്യുന്ന ഓരോ വേർഡ്സുകളെ, അത് അവതരിപ്പിക്കുന്ന രീതികളെയൊക്കെയായിരുന്നു അദ്ദേഹം നോക്കിയിരുന്നത്. അതായത് വേർഡ്സുകൾ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്. അതായത് ഇദ്ദേഹം ഒരു പോയറ്റാണ്. അപ്പോൾ ഒരു പോയറ്റ് എന്ന് പറയുമ്പോൾ, പോയട്രി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് ഉള്ള ഒരു എന്താ പറയുക, ഒരു മാജിക്കൽ സംഭവമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം അതിനെ പറയുകയാണ്, ഞാനൊരു പോയറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നത് അതാണ്, ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് അത് തന്നെയാണ്. അതാണ് പറയുന്നത്, ബിക്കോസ് ആസ് എ പോയറ്റ് ഐ എം ഇൻ ഫാക്ട് സ്ട്രെയിനിങ് ടുവേർഡ്സ് എ സ്ട്രെയിൻ സീക്കിംഗ് റിപ്പോസ് ഇൻ ദ എബിലിറ്റി കൺഫേർഡ് ബൈ എ മ്യൂസിക്കലി സാറ്റിസ്ഫൈങ് ഓർഡർ ഓഫ് സൗണ്ട്സ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് അതൊരു അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു മ്യൂസിക്കലി സാറ്റിസ്ഫൈങ് ആയിട്ടാണ്, അതായത് ഒരു ഭയങ്കര ഒരു പാട്ടൊക്കെ കേൾക്കുന്ന ഒരു സംഭവത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യുന്നത്. അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നീട് അദ്ദേഹം നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഹീസ് ട്രെയിൻ ടുവേർഡ്സ് ദിസ് ഇൻ ദ പോയട്രി ഐ റീഡ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം യീറ്റ്സിൻ്റെ, അതായത് മറ്റൊരു പോയറ്റാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പോയത്തിലൊരു ലൈൻ പറയുന്നുണ്ട്, കം ബിൽഡ് ഇൻ ദ എംപ്റ്റി ഹൗസ് ഓഫ് ദ സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പം അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം യീറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സുകളെ കുറിച്ചിട്ട് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം എന്താണ് ബിൽഡ് എന്ന് പറയുന്ന വേർഡും ഹൗസ് എന്ന് പറയുന്ന വേർഡൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അതിൽ ആ ഒരു ലൈനിൽ തന്നെ എംപ്റ്റി എന്ന് പറയുന്നൊരു വേർഡും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു എംപ്റ്റി എന്ന് പറയുന്നൊരു വേർഡിനെ മറ്റുള്ള 2 വേർഡുകളും കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, കൂടുതൽ മനോഹരമാക്കിയിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തിരിക്കുകയാണ് ആ ഒരു ബിൽഡ് ഹൗസ് എന്ന് പറയുന്ന വേർഡ്. അതായത് വേർഡ്സിലുള്ള ഒരു മാജിക്കിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പോൾ അതൊരു ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ് പോലെ ആണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ് അതൊരു ഫാൻറ്റസി, ആ 3 വാക്കുകൾ എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു എനിമിറ്റി അല്ലെങ്കിൽ ഒരു ഹണി ബി, ഇതും 3 നിൽക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ കണക്കാണ് എന്തെന്ന് പറയുന്നത്, അതിലുള്ള ആ ഒരു വേർഡ്സുകൾ, ആ ഒരു ഈറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു രീതിയിൽ ആ ഒരു കമ്പാരിസനാണ് അവിടെ പറയുന്നത്.
പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പോയം അല്ലെങ്കിൽ ഒരു പോയറ്റിക് ഫോം ഒരു പോയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷിപ്പ്, ആ ഒരു ഷിപ്പും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആങ്കർ, അതായത് നമ്മൾ വെള്ളത്തിനടിയിലോട്ട് വയ്ക്കുന്ന ഒരു ആങ്കർ ഉണ്ടാവുമല്ലോ ഷിപ്പിനൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് രണ്ടിനെയും പോലെ തന്നെ എന്തായിരിക്കണം എന്നാണ് പറയുന്നത്, ഒരു പോയറ്റിക് ഫോം എന്ന് പറയുന്നത് അത് രണ്ടും കൂടി ഇണങ്ങിയതാണ്. അതായത് അതിനൊരു ഒഴുക്ക് വേണം. ആ ഒരു പോയട്രി എന്ന് പറയുമ്പോൾ ആ പോയട്രിക്ക് ഒരു ഒഴുക്ക് വേണം, ഒരു ബോയൻസി വേണം, ഒരു ഒഴുക്ക് വേണം. അറ്റ് ദ സെയിം ടൈം അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടിടത്ത് എവിടെയാണ് അതിന് ഒരു എൻഡ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ആ ഒരു ഒഴുക്ക് വേണ്ടാത്തത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ രണ്ടിനും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കണം ഒരു പോയട്രി എന്ന് പറയുന്നത് എന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോയറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ പോയട്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പോയറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ശരിക്കും ഒരു പോയട്രി എങ്ങനെയാണോ വേണ്ടിയിരുന്നത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പോയട്രീസുകളും ഉള്ളത്. അതായത് അതൊരു സിമ്പത്തറ്റിക് നേച്ചറിനെ ടച്ച് ചെയ്തും കൊണ്ട്, അതായത് ഒരു ബേസിക് കാര്യമാണ് ഒരു പോയട്രീനെ സംബന്ധിച്ചിടത്തോളം ഒരു സിമ്പത്തറ്റിക് നേച്ചറിനെ ടച്ച് ചെയ്യുക എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പോയട്രീസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പിന്നീട് പറയുന്നത് എന്താണ്, ദ ഫോം ഓഫ് ദ പോയം ഇൻ അതർ വേർഡ്സ് ഈസ് ക്രൂഷ്യൽ ടു ദ പോയട്രീസ് പവർ ടു ഡു ദ തിങ്സ് വിച്ച് ഈസ് ഓൾവേസ് ആൻഡ് ഓൾവേസ് ദ പോയട്രി ക്രെഡിറ്റ്. അതായത് ഇത്തരത്തിലുള്ള ഫോംസുകൾ, അതായത് നമ്മുടെ ഈറ്റ്സൊക്കെ എഴുതുന്ന രീതിയിലുള്ള പോയറ്റ്സുകൾ എപ്പോഴും എല്ലായ്പ്പോഴും ഓൾവേസ് എന്ത് ചെയ്യാറുണ്ട്, ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള പോയട്രീസ് തന്നെയാണ്. അത് നമ്മളുടെ എന്താ പറയുക കോൺഷ്യസ്നെസ്സിന്, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കോൺഷ്യസ്നെസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഉണർത്തുന്ന രീതിയിലുള്ള പോയിംസുകളാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഒരു പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നത്. ആ ഒരു പാരഗ്രാഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയുള്ളൂ. ദ പവർ ടു പെർസ്യൂഡ് ദാറ്റ് വൾണറബിൾ പാർട്ട് ഓഫ് അവർ കോൺഷ്യസ്നെസ് ഓഫ് ഇറ്റ്സ് റൈറ്റ്നെസ് ഇൻസ്പൈറ്റ് ഓഫ് ദ എവിഡൻസ് ഓഫ് റോങ്നെസ് ഓൾ അറൗണ്ട് ഇറ്റ്. നമ്മുടെ ചുറ്റിനുള്ള റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് പോയട്രി, അതിനൊരു പവറുണ്ട്. ഇത്തരത്തിലുള്ള നമ്മൾ ഈറ്റ്സിനെ പോലെയൊക്കെ എഴുതിയിട്ട് ഈറ്റ്സിനെ പോലെയുള്ള പോയറ്റ്സുകൾ എഴുതിയ പോയട്രീസ് ഒക്കെ അത്തരത്തിലുള്ളൊരു കഴിവുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഭാഗം അദ്ദേഹം എൻഡ് ചെയ്യുന്നത്. ഇവയൊക്കെ ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. സോ ഫാർ ടു ആൻഡ് ഏർണസ്റ്റ് ഓഫ് അവർ വെരിറ്റബിൾ ഹ്യൂമൻ ബീങ്. അതായത് ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള പോയട്രീസൊക്കെ ഭയങ്കരമായിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ എൻഡ് ചെയ്യുന്നത്. അതായത് ലിറിക് പോയട്രീൻ്റെ ഒരു പവറിനെ കുറിച്ചിട്ടാണ് ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിറിക് പോയട്രീസിൻ്റെ ആ ഒരു പവറിനെ കുറിച്ചിട്ടും പിന്നെ അതല്ലാതെ മറ്റുള്ളൊരു ക്ലാസിക് പോയട്രീസിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ലൈൻ ബൈ ലൈന് ലാസ്റ്റിലത്തെ പാർട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലൈൻ ബൈ ലൈൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഒന്നാമത് അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലാണ് ലൈൻസിൽ റെപ്രസെൻ്റ് തന്നെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളെന്തായാലും ഞാനിപ്പോൾ പറഞ്ഞ കണ്ടൻറ്റുകളുണ്ടല്ലോ അതെല്ലാത്തിൻ്റെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ശരി.